മൗലിദ് കിതാബുകൾ നമുക്കറിയാം. നമ്മുടെ നാട്ടിൽ ഒരുപാട് മൗലിദ് കിതാബുകൾ പ്രചാരം നേടിയിട്ടുണ്ട്. എന്റെ ഒക്കെ കുട്ടിക്കാലത്ത് നമുക്കറിയാം മൗലിദ് കിതാബ് ഏറ്റവും വലിയ മൗലിദ് കിതാബ് എന്നാണ് 66 വക മൗലിദ് കിതാബ്. എന്റെ ഒക്കെ ഓർമ്മയിൽ ഏറ്റവും വലിയ മൗലിദ് കിതാബ് അതായത്. ഇന്നിപ്പോൾ മൗലിദ് കിതാബ് എന്ന് പറഞ്ഞിട്ട് ഓരോ ദിവസവും ഓരോ വകകൾ ഇങ്ങനെ കൂടുകയാണ്. ഏതാ ഓരോ വക 63 കഴിഞ്ഞു, 111 വക, 222 വക, 333 വക, 444 വക, 555 വക, ഇങ്ങനെ ഒരുപാട് വകകളാണ്. ഞാൻ മുതാല്ലിമായി ആയ സന്ദർഭത്തിൽ എള്ളിയിൽ വലിയൊരു മൗലിദ് കിതാബ് വാങ്ങിയതാണ് 333 വക. അന്ന് ഇതാണ് ഏറ്റവും വലുത്. ഇപ്പൊ ഇതിനൊന്നും ഒരു പ്രസക്തിയില്ല. അപ്പൊ 1111 വക, 2222 വക, 3333 വക, ഇങ്ങനെ ഒക്കെ ഒരേ സംഖ്യ ആയിരിക്കണം. ഇത് അച്ചടിക്കുന്ന ആളുകൾക്ക് നിർബന്ധമാണ്. ഇതാരാ അച്ചടിക്കുന്നത് ചോദിച്ചാൽ സുന്നികളല്ല, സമസ്തയല്ല, സമസ്തയുടെ ഉലമാക്കളും അല്ല. അച്ചടിക്കുന്നവരാണ്. അതാ രസം. മാലകളും മൗലിദുകളും അനേക ശിർക്കാണ്, ക്ഷുദ്രകൃതികളാണ്, ശിർക്കിന്റെ നൂലാമാലകളാണ്. അത് തൊട്ടാവും കുളിക്കണം, മുശ്രിക്കാകും, കാഫിറാകും, നരകത്തിലേക്ക് പോകും എന്ന് നാഴികക്ക് 40 വട്ടം വിളിച്ചു കൂവുന്ന നമ്മുടെ രാജ്യത്തെ മുജാഹിദുകളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ മാലകളും മൗലിദുകളും അച്ചടിച്ച് വിടുന്നത് എന്ന യാഥാർത്ഥ്യം നമ്മൾ മറക്കാൻ പാടില്ല. ഞാൻ ജോലി ചെയ്യുന്നത് സ്ഥലം ചെമ്മാടാണ്. അതിന്റെ അടുത്ത് തിരൂരങ്ങാടി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ ആകെ 4 മുജാഹിദുകളാണ് ഉള്ളത്. ഉള്ള മുജാഹിദുകൾക്ക് പണിയോ മുജാഹിദുകളുടെ നേതാക്കളാണ് അവിടെ ഉള്ളത്. ആ ഉള്ള മുജാഹിദുകൾക്ക് പണി ഈ മാലി മൗലിദ് അച്ചടിച്ച് വിടലാണ്. നോക്ക് നിങ്ങൾ, ഇതേതാ 333 വകയാണ്. CH മുഹമ്മദ് ആൻഡ് സൺസ് ആമിറുൽ ഇസ്ലാം ലിത്തോ പവർ പ്രസ്, തിരൂരങ്ങാടി, കേരള. നമ്മളൊക്കെ ചെറുപ്പം മുതലേ കേട്ട് പരിചയമുള്ള പ്രസ്സാണ്. അൽ മുർഷിദ് പ്രസ്, ഇതൊക്കെ വഹാബികളെ പ്രസ്സാണ്. ഇതിലിങ്ങനെ അച്ചടിച്ച് വിടുക. ഇന്ന് നേരം അടുത്ത മാസം നോക്കുമ്പോൾ പുതിയൊരു വക ഉണ്ടാവും. ഇതിപ്പോ 333 ആണെങ്കിൽ 444 വക. ഈ വക എവിടുന്ന അവർക്ക് കിട്ടുന്നതെന്ന് നമുക്കറിയാം. അവർ കിട്ടുന്നത് റത്തുബു യാബിസ് ഒരുമിച്ച് കൂട്ടി ഇങ്ങനെ പ്രിന്റ് ചെയ്യുന്നേ. എന്നിട്ട് അത് സുന്നികളെ അടിച്ചു വിടും. സുന്നികൾ കണ്ടോ മാലി മൗലിദ് ഇതൊക്കെ ഇവരുടെ മാലയിലുണ്ട് മൗലിദിനുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ ബോധപൂർവ്വത്തിൽ ഇങ്ങനെ കടത്തിക്കൂട്ടുക. എന്നിട്ട് അത് സുന്നികളെ തലയിൽ ഇങ്ങനെ വെച്ച് കെട്ടുക. ഇതാണ് സഹോദരന്മാരെ ഇവിടെ നടക്കുന്നത്. നിങ്ങൾക്കറിയോ ഏറ്റവും വലിയ ക്ഷുദ്രകൃതി എന്നും ഏറ്റവും വലിയ ശിർക്കിൽപ്പന്നമെന്നും മുജാഹിദ് പറയുന്ന കുതുബിയത്ത് ബൈത്ത് അല്ലേ? 75 റുപ്യക്കുള്ള പഴയ കാലത്തൊക്കെയാണ്. ഇപ്പൊ 2.5 5 റുപ്യ 10 റുപ്യൊക്കെയാണ് കുതുബിയത്തിന്റെ ഏട്. ലോഡടക്കിയത് കുതുബിയത്തിന്റെ ഏടുകളാണ് തിരൂരങ്ങാടി മുജാഹിദ് പ്രസന്ന അച്ചടിച്ച് വിടുന്നത്. എന്നിട്ട് മുജാഹിദുകൾ ഇവിടെ വന്നിട്ട് ഇങ്ങനെ തൗഹീദിന്റെ ഖുർആനിന്റെ നടുക്കണ്ടങ്ങളാണ്, സുന്നത്തിന്റെ നടുവ് ഞങ്ങൾ ഇറങ്ങി വരിക എന്നിട്ട് ഇങ്ങനെ പ്രസംഗിക്കും. അത് ശിർക്കാണ്, അത് ചെല്ലാൻ പാടില്ല. യാ ഗൗസു യാ മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, അത് ഉരുവിടാൻ പാടില്ല, ശിർക്കാണ്. 4 വട്ടം 1000 വട്ടം 900 വട്ടം കാഫിർ മുശ്രിക് എന്നിങ്ങനെ പറയും. ഇത് അച്ചടിക്കുന്നത് അവരുടെ കേന്ദ്രത്തിൽ നിന്നാണ് എന്ന് അവർക്ക് അറിയാത്തത് കൊണ്ടാണോ? അത് നിർത്തിയ മുജാഹിദിന്റെ അന്നം മുട്ടുന്നവർക്ക് അറിയാത്തത് കൊണ്ടുമല്ല. നിർത്തൂല, നമുക്കറിയാം. ലോഡ് കണക്കിന് അച്ചടിച്ച് വിടുകയാണ്. അപ്പൊ സഹോദരന്മാരെ, ഇവിടെ കുമാര മൗലിദുകളെ എതിർക്കുന്നവരാണ് ഇത് മുഴുവൻ പ്രിന്റ് ചെയ്യുന്നത് എന്ന കാര്യം ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇതിലുള്ളത് ഒരുപാട് വകകളുണ്ട്. ഈ വകകളെ കുറിച്ചൊന്നും ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ നമുക്കാർക്കും കഴിയില്ല. അത് സമസ്തയോ അഹ്ലു സുന്നയുടെ ഉലമാക്കളോ അത് ഏറ്റെടുക്കുകയുമില്ല. അത് നമ്മുടെ കഴുത്തിൽ വെച്ച് കെട്ടാനുള്ള കുൽസിത ശ്രമം അത് വിലപ്പോവുകയുമില്ല. ഇത് ഞാൻ ആദ്യമേ ഓർമ്മപ്പെടുത്തുകയാണ്. പൂർവികരായി നമുക്ക് അറിയാം, നമ്മുടെ ഒക്കെ പഴയ കാലത്ത് മുതൽ തന്നെ നിലവിലുള്ളതും പൂർവകാല മുസ്ലിമീങ്ങൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ മൗലിദുകൾ നമുക്കറിയാം. മങ്കൂസ് മൗലിദ്, ഷറഫുല്ലന മൗലിദ്, ജാല മുഹമ്മദ് മൗലിദ്, സുബ്ഹാന മൗലിദ്, ബദർ മൗലിദ്, മുഹയ്യദ്ദീൻ മൗലിദ്, റിഫായി മൗലിദ്, നഫീസത്ത് ബീവി മൗലിദ്, ഇങ്ങനെയൊക്കെയുള്ള കുറെ മൗലിദുകൾ പൂർവികർ അനുവർത്തിച്ചു വരുന്ന ആചരിച്ചു വരുന്ന മൗലിദുകളുണ്ട്. അതുപോലെ തന്നെ മുഹയ്യദ്ദീൻ മാല, റിഫായി മാല, ബദർ മാല, നഫീസത്ത് മാല, ഇത്തരം മാലകൾ ഇതൊക്കെ സുന്നികൾ പാരായണം ചെയ്യുന്നതും ഉരുവിടുന്നതുമാണ്. അതേ അവസരത്തിൽ അതൊന്നും അല്ലാത്ത ഓരോരോ ഖുദ്ദൂസുല്ലാഹുവിന്റെ മാല, മറ്റേ തങ്ങളുടെ മാല, ഈ തങ്ങളുടെ മാല, ഏത് തങ്ങൾ ഏത് ഖുദ്ദൂസുല്ലാഹു നമുക്ക് വല്ല പരിചയമുണ്ട്? അങ്ങനെ ഓരോരുത്തരെ മാല അച്ചടിച്ച് വിട്ടിട്ട് അതിന് അവർക്ക് വായിൽ വരുന്നത് കോതക്ക് പാട്ട് എന്ന് പറഞ്ഞതുപോലെ അതൊക്കെ മാലയായിട്ട് അച്ചടിച്ചു വരും. ഞാൻ പണ്ടൊരു പത്രത്തിൽ വായിച്ചു തരാം. നിങ്ങൾ ഈ അടുത്ത നാട്ടുകാരൻ എഴുതിയൊരു മാല ഉണ്ട്, വൈക്കം മുഹമ്മദ് ബഷീർ മാല എന്ന് പറഞ്ഞിട്ട്. ബഷീർ മാല എന്ന് പറഞ്ഞു. ഈ നാട്ടുകാരൻ എം എൻ കാരശ്ശേരിയാണ് ആ മാല എഴുതിയിരുന്നത്. ഞാൻ പേടിച്ചു, പടച്ച തമ്പുരാനെ എന്നാണ് ഇപ്പൊ ഇനി നമ്മുടെ മൗലിദിന്റെ കിതാബിൽ ബഷീർ മാല കടന്നു വരിക എന്ന് പേടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ.
വൈകാതെ അതും കടന്നു വരും, നിങ്ങൾ ചിന്തിച്ചു കൊള്ളുക. നമ്മളുടെ അറിവോ അനുമതിയോ കൂടെ നമ്മൾ ചെയ്യുന്നതൊന്നും അല്ലത്. അത് മുജാഹിദുകൾ ഇങ്ങനെ അച്ചടിച്ചു വിടുക, അവർക്ക് മറ്റേ ഒരു പ്രിന്റിംഗ് കയറി ഈ മുജാഹിദ് പ്രസിദ്ധ 1111 വക അടിച്ച മറ്റേ മുജാഹിദ് ഒന്നുകൂടി മത്സരിക്കുകയാണ്. അത് 2222 വകയാക്കാൻ എന്താ മാർഗം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. മുജാഹിദുകൾ തമ്മിലുള്ള മത്സരത്തിന്റെ ഭാഗമാണ് വകകളും കേടുകളും എണ്ണം കൂടുന്നത് എന്ന കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഏതായാലും പൂർവീകർ ചെയ്തു വരുന്ന ഈ മാലയും മൗലിദിനും ഉണ്ടല്ലോ, ഇതിന്റെ ഉള്ളടക്കവും ഇതിന്റെ ആശയങ്ങളും 100% സത്യമാണ്. അത് നമുക്ക് ഉറപ്പിച്ചു പറയാം. സുന്നികൾ അംഗീകരിക്കുന്ന മൗലിദുകൾ, മാലകൾ, അതിലുള്ള ആശയങ്ങൾ മുഴുവനും സത്യമാണ്. അത് ബിദ്അത്തും ശിർക്കുമാണ് എന്ന് മുജാഹിദുകൾ പറയുന്ന പ്രചാരണം അത് അസ്ഥാനത്താണ്.